വിദ്യാസാഗറിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺ, അതായത് മൗലിക കർത്തവ്യങ്ങൾ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മൗലിക അവകാശങ്ങൾ പഠിച്ചു. അതുപോലെ ഒരു ടോപ്പിക്കാണിത്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങളെന്ന് പറയുന്നു. അതായത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ബോറോഡ് ചെയ്ത പല പ്രൊവിഷൻസുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നമ്മളറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ USA, അതായത് അമേരിക്കയിൽ നിന്നാണ് ബോറോഡ് ചെയ്ത് കടമെടുത്തത്. അതേപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ നമ്മൾ ബോറോഡ് ചെയ്തിരിക്കുന്നത് USSR, നൗ റഷ്യ, പഴയ USSR, ഇന്നത്തെ റഷ്യയിൽ നിന്നുമാണ് നമ്മൾ എന്ത് കടമെടുത്തിരിക്കുന്നത്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കടമെടുത്തിരിക്കുന്നത്. ഇനി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ്, എന്താണ്, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ ദ ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻസ്. അതായത് റൈറ്റ്സും ഡ്യൂട്ടീസും എന്താണ്, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അവകാശങ്ങളും ഡ്യൂട്ടീസ്, കർത്തവ്യങ്ങളും എന്താണ്, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളും. അപ്പോൾ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ ടു സൈഡ്സ് ഓഫ് ദി സെയിം കോയിൻ. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് ഏതെന്ന് പറഞ്ഞാൽ റൈറ്റ്സും ഡ്യൂട്ടീസും എന്ന് പറഞ്ഞാൽ. ഇനി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തത് എങ്ങനെയാ? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ആക്ട് ഇൻ 1976, അതായത് 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്ത ഒരു പുതിയ ചാപ്റ്ററാണ്, പുതിയൊരു അധ്യായമാണ് ഇതെന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തു അല്ലേ? അതായത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ആക്ട്, 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ന് 1976, 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്ത ഒരു ന്യൂ ചാപ്റ്ററാണ്, ഒരു പുതിയൊരു ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യുവാൻ കാരണമായ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ആക്ട് ചെയ്ത 42ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ആക്ട്, 42ാം ഭരണഘടനാ ഭേദഗതി. വർഷമെന്ന് 1976, 1976 അല്ലേ? ഇനി അതേപോലെ തന്നെ പുതിയ ചാപ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഭാഗം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 4A ആണ്. അതായത് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാ? 4A, 4A. ഇനി അതേപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പ്രതിപാദിക്കുന്ന, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം, മൗലിക എന്താണ് ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? 51A, 51A. അതായത് ഇത്രയേ ഉള്ളൂ, എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4A. അതായത് എന്താണ് 4A പാർട്ടിലാണ് എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി അതുപോലെ തന്നെ എന്താണ് മൗലിക കർത്തവ്യങ്ങൾ, അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 51A, 51A. ഓക്കെ. ഇനി അതേപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തത് ഏതോ ഒരു കമ്മിറ്റി റിപ്പോർട്ട് ബേസിലാണ്. ഏതോ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ ഏതിൻ്റെ ഭാഗമായത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം ആകുന്നത്. അതേത് കമ്മിറ്റി റിപ്പോർട്ട്? സ്വരൺ സിംഗ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം. ഏതാ? സ്വരൺ സിംഗ് കമ്മിറ്റി റിപ്പോർട്ട് ബേസിലാണ് ഏത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായി മാറുന്നത്. ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാകുമ്പോൾ തുടക്കത്തിൽ എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് 10 എണ്ണമാണ്. 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. പക്ഷേ ഇന്ന് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ എണ്ണം എത്രയാ? 11 എണ്ണം. അതായത് ആദ്യ കാലഘട്ടത്തിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എത്രയാ? 10 അല്ലേ? അതായത് 10 എണ്ണമായിരുന്നു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇന്ന് എത്രയാ? 11 അല്ലേ? 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ പുതുതായിട്ട് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്ത ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യം ഏതാണ് എന്ന് നമ്മൾക്ക് ഓരോ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പറഞ്ഞു വരാം.
പുതുതായിട്ട് ആഡ് ചെയ്ത ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതാണ്, അത് എങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തപ്പെട്ടു എന്നതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഓരോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അവസാനം നമുക്ക് 11ാം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, പുതുതായി എത്തപ്പെട്ട ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഈ ഒരു ആശയം, ഒരു കൺസെപ്റ്റ്, മൗലിക കർത്തവ്യം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ബോറോഡ് ചെയ്തിരിക്കുന്നത് USSRൽ നിന്നുമാണ്, അതായത് ഇന്നത്തെ റഷ്യയിൽ നിന്നും ആണ്. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യയുടെ ഭാഗമായത് എത്രാം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്സിലൂടെ 42nd 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്തത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാകുന്നത്. അതെന്നാൽ 1976. ഇനി പുതുതായിട്ട് ആഡ് ചെയ്ത ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് പാർട്ടിലാണ്, 4A എന്ന് പറയുന്ന ഭാഗത്താണ് ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. ഇനി ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്? ആർട്ടിക്കിൾ ബേസിൽ പറയുകയാണെങ്കിൽ എത്രാമത്തെ ആർട്ടിക്കിൾ? 51A, 51A ആണ് അല്ലേ. ഇനി ഏതോ ഒരു കമ്മിറ്റി റിപ്പോർട്ട് ബേസിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാകുന്നത്. അത് ഏത് കമ്മിറ്റി റിപ്പോർട്ടാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി റിപ്പോർട്ട് ബേസിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാകുന്നത്. തുടക്കത്തിൽ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു. ഇന്ന് എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്? 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഇതാ, മൗലിക കർത്തവ്യം. ഒന്ന്, ടു റെസ്പെക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നാഷണൽ ഫ്ലാഗ് ആൻഡ് നാഷണൽ ആന്തംസ്. നമ്മൾ എന്തിനെയൊക്കെ ബഹുമാനിക്കണം? ഒന്ന്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ നാഷണൽ ഫ്ലാഗ് ദേശീയ പതാക, അതുപോലെ നാഷണൽ ആന്തംസ് ദേശീയ ഗാനം. അപ്പോൾ നമ്മൾ എന്തിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം? കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ നാഷണൽ ഫ്ലാഗിനെ റെസ്പെക്റ്റ് ചെയ്യണം, നാഷണൽ ആന്തത്തിനെ റെസ്പെക്റ്റ് ചെയ്യണം. ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഒരിക്കലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരിക്കലും എന്താണ് ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല അല്ലേ. അതേപോലെ നാഷണൽ ഫ്ലാഗിനെ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. അതായത് ഒരിക്കലും നമ്മുടെ ദേശീയ പതാക നമ്മൾ എന്താണ് പൊതുനിരത്തുകളിൽ ഒന്നും എന്താണ് വികൃതമായി യൂസ് ചെയ്യില്ല. അതായത് എന്താണ്, നമ്മുടെ ദേശീയ പതാകയുടെ കളറിലൊരു എന്താണ് ട്രൗസർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. ഒരിക്കലും എന്ത് ചെയ്യില്ല, യൂസ് ചെയ്യില്ല, ഒരിക്കലും ഇൻസൾട്ട് ചെയ്യില്ല. നാഷണൽ ഫ്ലാഗിനെ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യാൻ പറ്റില്ല, അത് ശിക്ഷാർഹമാണ്. നമ്മുടെ കടമയാണ് എന്താണ് നാഷണൽ ഫ്ലാഗ്, അതായത് ദേശീയ പതാക എന്ത് ചെയ്യുക, ബഹുമാനിക്കുക എന്ന്. അതൊരിക്കലും എന്താണ് അത് ഇൻസൾട്ട് ചെയ്യില്ല. അതേപോലെ നാഷണൽ ആന്തം അല്ലേ, ദേശീയ ഗാനം. അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഗീതജ്ഞരുണ്ട്. ഒരിക്കലും ദേശീയ ഗാനത്തെ ഒരിക്കലും റീമിക്സ് മോഡൽ, ഒരിക്കലും ഒരു ഫാസ്റ്റ് സോങ് മോഡൽ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഇറക്കില്ല അല്ലെ. ഒരു ഫാസ്റ്റ് സോങ് മോഡൽ ഇതുവരെക്കെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അതായത് നാഷണൽ ആന്തംസ്, ദേശീയ ഗാനത്തെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇൻസൾട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്യൂട്ടീസാണ് എന്തിനൊക്കെ, കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്റ്റ് ചെയ്യണം, അതുപോലെ നാഷണൽ ഫ്ലാഗിനെ റെസ്പെക്റ്റ് ചെയ്യണം, അതുപോലെ നാഷണൽ ആന്തംസിനെയും റെസ്പെക്റ്റ് ചെയ്യുക എന്ന്. ഇനി സെക്കൻഡ്, ടു ചെറിഷ് ആൻഡ് ഫോളോ ദ നോബിൾ ഐഡിയാസ് വിച്ച് ഇൻസ്പയർഡ് അവർ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. അതായത് എന്താണ്, ടു ചെറിഷ് ആൻഡ് ഫോളോ നോബിൾ ഐഡിയാസ് വിച്ച് ഇൻസ്പയർഡ് അവർ ഫ്രീഡം സ്ട്രഗിൾ, അല്ലെങ്കിൽ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. അതായത് നമുക്കറിയാം, നമുക്കൊരു ഹിസ്റ്ററി ഉണ്ട്. അതായത് കൊളോണിയലിസത്തിനെതിരെ ഫൈറ്റ് ചെയ്ത ഒരു ചരിത്രം നമുക്കുണ്ട്, അല്ലെങ്കിൽ ഇമ്പീരിയലിസത്തിനെതിരെ ഫൈറ്റ് ചെയ്ത ഒരു ചരിത്രം നമുക്കുണ്ട്. കോളനി വാഴ്ചയ്ക്കെതിരെ അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിനെതിരെ ഫൈറ്റ് ചെയ്ത ഒരു നല്ലൊരു ചരിത്രം ആർക്കുണ്ട്, ഹിസ്റ്ററി ആർക്കുണ്ട്, നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫ്രീഡം സ്ട്രഗിൾസിൻ്റെ നല്ലൊരു ഹിസ്റ്ററി ഉണ്ട്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നല്ലൊരു ഹിസ്റ്ററി ഉണ്ട്, ചരിത്രം ഉണ്ട്. ആ ഫ്രീഡം സ്ട്രഗിൾസിനെ ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് ഐഡിയാസും ഉണ്ട്, നോബിളായിട്ടുള്ള ഐഡിയാസും ഉണ്ട്. അതായത് സ്വാതന്ത്ര്യ സമരങ്ങളെ പ്രചോദിപ്പിച്ച ഒരുപാട് മഹത്തരമായ ആശയങ്ങളുണ്ട്. ആ മഹത്തരമായ ആശയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ചെറിഷ് ആൻഡ് ഫോളോ അല്ലെ, അതിനെ പരിപോഷിപ്പിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യുക എന്നത് നമ്മുടെ ഡ്യൂട്ടീസാണ്. അതായത് നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ എടുത്തു നോക്കിയാൽ അറിയാം. ഗാന്ധി ഉൾപ്പെടുന്ന ഫ്രീഡം സ്ട്രഗിളേഴ്സ് ഉയർത്തിപ്പിടിച്ച നോബിളായിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. സത്യാഗ്രഹ, അഹിംസ, ഒരുപാട് ഡയലോഗ്സുകളുണ്ട്. ഡു ഓർ ഡൈ, ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ സമരത്തിനകത്ത് പറയുന്നത്. അത്തരത്തിൽ എന്താണ് ഒരുപാട് ഡയലോഗ്സുകളുണ്ട്, അതുപോലെ ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്.
അതായത് സ്വാതന്ത്ര്യ സമരത്തിന് ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് പ്രചോദനം നൽകുന്ന നോബിളായ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ആ നോബിളായ ഐഡിയാസിനെ നമ്മൾ എന്ത് ചെയ്യണം? ടു ചെറിഷ് ആൻഡ് ഫോളോ. അതിനെ എന്താണ്? പരിപോഷിപ്പിക്കുകയും അതിനെ എന്താണ്? പിന്തുടരുകയും ചെയ്യുക. ടു ചെറിഷ് ആൻഡ് ഫോളോ നോബിൾ ഐഡിയാസ് വിച്ച് ഇൻസ്പയർഡ് അവർ നാഷണൽ സ്ട്രഗിൾസ് ഫോർ ഫ്രീഡം. അല്ലേ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമേകിയ എന്നാണ് മഹത്തരമായ ആശയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്നതൊരു സിറ്റിസൺ എന്ന രീതിയിൽ, ഇന്ത്യൻ സിറ്റിസൺ എന്ന രീതിയിൽ നമ്മുടെ ഡ്യൂട്ടി ആണ്. ഇനി തേർഡ് എന്താണ്? ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. അല്ലേ, നമ്മൾ എന്തിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുകയും അപ്ഹോൾഡ് ചെയ്യുകയും വേണം, നമ്മൾ സംരക്ഷിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും വേണം. ഒന്ന് സോവറിനിറ്റി, എന്താണ്? പരമാധികാരം. അതുപോലെ യൂണിറ്റി, ഐക്യം. അതുപോലെ ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സംയോജനം, അഖണ്ഡത. അല്ലേ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യുകയും വേണം, അതിനെ അപ്ഹോൾഡ് ചെയ്യുകയും വേണം. അതായത് ഏതൊക്കെയാ ആശയങ്ങൾ? ഒന്ന് സോവർണിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. അല്ലേ, നമ്മൾ പരമാധികാരത്തെ, രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും യൂണിറ്റി ഐക്യത്തെയും അതുപോലെ ഇന്റഗ്രിറ്റി സംയോജനം അല്ലെങ്കിൽ അഖണ്ഡതയെയും നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം, അപ്ഹോൾഡ് ചെയ്യുകയും വേണം, നമ്മൾ സംരക്ഷിക്കുകയും വേണം, ഉയർത്തിപ്പിടിക്കുകയും വേണം എന്നതും ആരുടെ ഡ്യൂട്ടിയാ? ഒരു സിറ്റിസൺ എന്ന ലെവൽ ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ ഡ്യൂട്ടീസ് ഒന്നാണത്. ഓക്കെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ നാലാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യം, ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കാൾഡ് അപ്പോൺ ടു ഡു സോ. അല്ലെ, രാഷ്ട്രത്തെ പ്രതിരോധിക്കുകയും അതുപോലെ തന്നെ രാഷ്ട്രം ആവശ്യപ്പെടുമ്പോൾ എന്താണ്? ദേശസേവനം നൽകുകയും ചെയ്യുക. അതായത് രാഷ്ട്രത്തെ സംരക്ഷിക്കുകയും വേണം, അതുപോലെ തന്നെ രാഷ്ട്രം ആവശ്യപ്പെടുമ്പോൾ എന്താണ്? ദേശസേവനം നൽകുകയും ചെയ്യണം. അതായത് ഡിഫെൻഡ് ദ കൺട്രി, രാജ്യത്തെ പ്രതിരോധിക്കണം അല്ലെങ്കിൽ രാജ്യത്തെ സംരക്ഷിക്കണം. ആൻഡ് റെൻഡർ എന്താണ്? നാഷണൽ സർവീസ് വെൻ കാൾഡ് അപ്പോൺ ടു ഡു സോ. അതായത് രാഷ്ട്രം എപ്പോഴാണോ നമ്മളോട് ആവശ്യപ്പെടുന്നത്, ദേശസേവനം ആവശ്യപ്പെടുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രാഷ്ട്രത്തിന് ദേശസേവനം നൽകുകയും ചെയ്യുക എന്നത് ആരുടെ കർത്തവ്യം? നമ്മുടെ കർത്തവ്യം ആണ്. അടുത്ത അഞ്ചാമത്തെ പോയിന്റ്, ടു പ്രൊമോട്ട് കോമൺ ബ്രദർഹുഡ് ഓഫ് ഓൾ പീപ്പിൾസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സാഹോദര്യം എന്ത് ചെയ്യുക? വളർത്തുക. അതായത് ടു പ്രൊമോട്ട് കോമൺ ബ്രദർഹുഡ് ഓഫ് ഓൾ പീപ്പിൾസ് ഓഫ് ഇന്ത്യ. കോമൺ ബ്രദർഹുഡ് ഓഫ് ഓൾ പീപ്പിൾസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇടയിൽ എന്ത് ചെയ്യണം? പൊതുവായ സാഹോദര്യം വളർത്തണം. അതായത് നമ്മുടെ ഒരു ഡൈവേഴ്സിറ്റി കൺട്രി, വൈവിധ്യമായ രാഷ്ട്രമാണ്. അല്ലെ, വ്യത്യസ്തതകൾ ഉള്ള ഒരു രാജ്യമാണ്. ആ വ്യത്യസ്തതകൾക്കിടയിൽ നമുക്കിടയിൽ ഒരു സാഹോദര്യം, പൊതുവായ ഒരു സാഹോദര്യം വളർത്തുക എന്നത് നമ്മുടെ കർത്തവ്യം ആണ്. ആറാമത്തെ പോയിന്റ്, ടു വാല്യൂ ആൻഡ് പ്രിസർവ് റിച്ച് ഹെറിറ്റേജ് ഓഫ് അവർ കോമ്പോസിറ്റ് കൾച്ചർ. അതായത് നമുക്കെന്താണ്? നല്ലൊരു സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകം നമുക്കുണ്ട്. ആ സാംസ്കാരിക പൈതൃകത്തെ വിലമതിക്കുകയും അതിനെ എന്ത് ചെയ്യുകയും ചെയ്യണം? സംരക്ഷിക്കുകയും ചെയ്യുക. അതായത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യാസ് കൾച്ചർ, അല്ലെ, ഇന്ത്യാസ് ഗ്ലോറിയസ് കൾച്ചർ. ഇന്ത്യക്കൊരു ഗ്ലോറിയസ് ആയ ഒരു കൾച്ചറൽ ഫിഗർ ഇന്ത്യക്കുണ്ട്. അല്ലേ, ആ കൾച്ചറിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രിസർവ് ചെയ്യുകയും അതിൻ്റെ മൂല്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യണം. അതായത് ഇന്ത്യൻ കൾച്ചറിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. അതുകൊണ്ട് തന്നെ ആ കൾച്ചറിനെ നമ്മൾ എന്ത് ചെയ്യുകയും വേണം? പ്രിസർവ് ചെയ്യുകയും ചെയ്യുക, സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഡ്യൂട്ടീസ് ആണ്. അപ്പോൾ എന്തൊക്കെയാ? ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ ദ നാഷണൽ സർവീസ് when called upon to do so. അല്ലെ, ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ ദ നാഷണൽ സർവീസ് വെൻ കാൾഡ് അപ്പോൺ ടു ഡു സോ. അല്ലെ, എന്താണ്? രാജ്യത്തെ പ്രതിരോധിക്കുകയും അല്ലെങ്കിൽ രാജ്യത്തെ സംരക്ഷിക്കുകയും രാഷ്ട്രം ആവശ്യപ്പെടുമ്പോൾ എന്താണ്? രാഷ്ട്ര സേവനങ്ങൾ അല്ലെങ്കിൽ ദേശസേവനങ്ങൾ ചെയ്യുകയും ചെയ്യണം. അതുപോലെ ടു പ്രൊമോട്ട് കോമൺ ബ്രദർഹുഡ് ഓഫ് ഓൾ പീപ്പിൾസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇടയിൽ എന്താണ്? പൊതുവായ സാഹോദര്യം വളർത്തുക. ടു വാല്യൂ ആൻഡ് പ്രിസർവ് റിച്ച് ഹെറിറ്റേജ് ഓഫ് അവർ കോമ്പോസിറ്റ് കൾച്ചർ. അല്ലെ, നമുക്കെന്താണ്? സമ്പന്നമായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട്. അല്ലെ, എന്താണ്? സാംസ്കാരിക പൈതൃകമുണ്ട്. സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകമുണ്ട്. അതിൻ്റെ മൂല്യത്തെ നമ്മൾ മനസ്സിലാക്കുകയും അതിനെ എന്താണ്? സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് ആരുടെ ഡ്യൂട്ടീസ് ആണ്? നമ്മുടെ ഡ്യൂട്ടീസ് ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതായത് മൗലിക കർത്തവ്യങ്ങളിൽ നെക്സ്റ്റ് എന്താ? ടു ഡെവലപ്പ് ആൻഡ് ഇംപ്രൂവ് നാച്ചുറൽ എൻവയോൺമെന്റ്സ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്, ലേക്ക്, റിവേഴ്സ് ആൻഡ് വൈൽഡ് ലൈഫ്സ് ആൻഡ് ടു ഹാവ് കമ്പാഷൻ ഫോർ ലിവിങ് ക്രിയേറ്റേഴ്സ്.
അതായത് എന്താണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ്, അതായത് സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുക അല്ലെങ്കിൽ അഭിവൃദ്ധിപ്പെടുത്തുകയും വേണം. എന്തിനെ? നാച്ചുറൽ എൻവയോൺമെൻറ്റ്സിനെ, അതായത് പരിസ്ഥിതിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ അതിനെ ഇമ്പ്രൂവ് ചെയ്യുകയും വേണം. പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരൊക്കെ ഉണ്ട്? നാച്ചുറൽ എൻവയോൺമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫോറസ്റ്റ് ഉണ്ട്, വനങ്ങളുണ്ട്, ലേക്സ് തടാകങ്ങൾ, റിവേഴ്സ് നദികൾ, അതുപോലെ വൈൽഡ് ലൈഫ് വന്യജീവികൾ, അല്ലേ? ഇവർ ഉൾപ്പെടുന്ന എന്താണ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്സിനെ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം. അതിനെന്താണ്? ഇമ്പ്രൂവ് ചെയ്യുകയും വേണം. അതിനെ സംരക്ഷിക്കുകയും വേണം. അതുപോലെ തന്നെ അതിനെ അഭിവൃദ്ധിപ്പെടുത്തുകയും വേണം. അതുപോലെ ടു ഹാവ് കമ്പാഷൻ ഫോർ ലിവിങ് ക്രിയേറ്റേഴ്സ്, അല്ലേ? അതായത് എന്താണ്? ജീവജാലങ്ങളോട് നമ്മൾ എന്ത് കാണിക്കണം? ഒരു കാരുണ്യവും കാണിക്കണം എന്നത് നമ്മുടെ ഡ്യൂട്ടി ആണ്. അതായത് എന്താണ്? ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്സ് ഇൻക്ലൂഡിങ് ഏതൊക്കെയാ? ഫോറസ്റ്റ്സ്, ലേക്സ്, റിവേഴ്സ് ആൻഡ് വൈൽഡ് ലൈഫ് ആൻഡ് ടു കമ്പാഷൻ ഫോർ ലിവിങ് ക്രിയേറ്റേഴ്സ്. എന്താ പറയുന്നത്? എന്തിനെ സംരക്ഷിക്കുകയും എന്തിനെ അഭിവൃദ്ധിപ്പെടുത്തുകയും വേണം? എന്തിനോട്? പ്രകൃതിയായ, അതായത് നാച്ചുറൽ എൻവയോൺമെൻറ്റ്സിൽ വരുന്ന ഏതൊക്കെ ഭാഗങ്ങൾ? ഫോറസ്റ്റ്, അല്ലേ? ഫോറസ്റ്റ് അതായത് വനങ്ങൾ, അതുപോലെ തന്നെ ലേക്സ് തടാകങ്ങൾ, റിവേഴ്സ് എന്താണ്? നദികൾ, അതുപോലെ വൈൽഡ് ലൈഫ്, അല്ലെ? വന്യജീവികൾ എന്നിവർ ഉൾപ്പെടുന്ന നാച്ചുറൽ എൻവയോൺമെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം, ഇംപ്രൂവ് ചെയ്യുകയും വേണം. കൂടാതെ എന്ത് ചെയ്യണം? ടു ഹാവ് കമ്പാഷൻ ഫോർ ലിവിങ് ക്രിയേറ്റേഴ്സ്, അല്ലെ? ജീവജാലങ്ങളോട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാരുണ്യവും കാണിക്കണം, അല്ലേ? ഇനി നെക്സ്റ്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്താ? ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം. എന്താ പറയുന്നത്? ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ, അല്ലേ? ശാസ്ത്രീയപരമായിട്ടുള്ളൊരു ശാസ്ത്രീയ ബോധം, അല്ലേ? ശാസ്ത്രബോധവും അതുപോലെ തന്നെ ഹ്യൂമാനിസം, അതായത് മാനവികത, അതുപോലെ സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോംസ്. എന്തിനോടുള്ള മനോഭാവം? എൻക്വയറി അന്വേഷണത്തിനോടും അതുപോലെ തന്നെ പരിഷ്കരണത്തിനോടുള്ള മനോഭാവം. ഇതിനെല്ലാം എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. എന്ത് ചെയ്യണം? ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോംസ്. എന്താണ്? ഒരു ശാസ്ത്രബോധം നമ്മൾ എന്ത് ചെയ്യണം? വളർത്തണം. അതുപോലെ ഹ്യൂമാനിസം മാനവികത നമ്മൾ വളർത്തണം. അതുപോലെ തന്നെ സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോംസ്, അല്ലേ? അന്വേഷണം അതുപോലെ പരിഷ്കരണം എന്നിവയോടുള്ള മനോഭാവം ഇവയും നമ്മൾ വളർത്തണം. സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോംസ്, അന്വേഷണത്തിനോടും അതുപോലെ പരിഷ്കരണത്തിനോടുമുള്ള നമ്മുടെ മനോഭാവം, സ്പിരിറ്റ് എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. അതായത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇന്ത്യൻ സിറ്റിസൺ എന്ന രീതിയിൽ നമ്മുടെ കടമ ആണ് എന്തിനെ ഡെവലപ്പ് ചെയ്യണം? ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ, അല്ലെ? ശാസ്ത്രബോധം നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. ടു ഡെവലപ്പ്, അല്ലെ? അതുപോലെ ടു ഡെവലപ്പ് ഹ്യൂമാനിസം, നമ്മൾ എന്ത് ചെയ്യണം? മാനവികതയും ഡെവലപ്പ് ചെയ്യണം, വികസിപ്പിക്കണം. അതുപോലെ ടു ഡെവലപ്പ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോംസ്, അല്ലെ? പരിഷ്കരണത്തിനോടും അതുപോലെ തന്നെ അന്വേഷണത്തിനോടുമുള്ള നമ്മുടെ മനോഭാവം, സ്പിരിറ്റ് എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. പരിഷ്കരണത്തിനോടും അന്വേഷണത്തിനോടുമുള്ള നമ്മുടെ മനോഭാവവും നമ്മൾ എന്ത് ചെയ്യണം? ടു ഡെവലപ്പ് എന്ത് ചെയ്യണം? വികസിപ്പിക്കണം എന്നതും ആരുടെ ഡ്യൂട്ടീസാണ്? നമ്മുടെ ഡ്യൂട്ടീസ് ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ 9ാമത്തത് ഏതാ? സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് അജ്വർ വയലൻസ്. അതായത് പൊതുമുതൽ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അതുപോലെ തന്നെ വയലൻസിനെ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. അതായത് അതിക്രമങ്ങളെ ഒഴിവാക്കുകയും പൊതുമുതൽ എന്ത് ചെയ്യുകയും ചെയ്യണം? സംരക്ഷിക്കുകയും ചെയ്യുക. അതായത് സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് അജ്വർ വയലൻസ് എന്ന്. അതായത് പൊതുമുതൽ നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അതുപോലെ തന്നെ എന്താണ്? അതിക്രമങ്ങൾ, വയലൻസുകളെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഓക്കെ. ഇനി 10ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. മൗലിക കർത്തവ്യങ്ങളിൽ ലാസ്റ്റ് ഏതാണ്? സ്ട്രൈവ് ഫോർ എക്സലൻസ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി സോ ദാറ്റ് ദ നാഷൻ കോൺസ്റ്റന്റ്ലി റൈസസ് ടു ഹയർ ലെവൽസ് ഓഫ് എൻഡേഴ്സ് ആൻഡ് അച്ചീവ്മെന്റ്സ്. അതായത് എന്താണ്? ഇത്രയേ ഉള്ളൂ. അതായത് ഇതിനകത്ത് പറയുന്നത് രാഷ്ട്രം റൈസിങ് ആൻഡ് അച്ചീവ്മെന്റ്സ്, രാഷ്ട്രം ഉയരുകയും അതുപോലെ അച്ചീവ്മെന്റ്സ് നേട്ടങ്ങളിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്താണ്? ഇൻഡിവിജ്വൽ ബേസിലും കളക്റ്റീവ് ബേസിലും നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തനങ്ങൾ നടത്തണം. അതായത് വ്യക്തിപരമായ രീതിയിലും അതുപോലെ തന്നെ കൂട്ടായ രീതിയിലും രാഷ്ട്രത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നതാണ് ചുരുക്കം. അതായത് എന്താണ്? സ്ട്രൈവ് ഫോർ എക്സലൻസ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് activity so that the nation constantly rises to higher level of endeavor and achievements.
എന്താ പറയുന്നത്? സ്ട്രൈവ് ഫോർ എക്സലൻസ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി സോ ദാറ്റ് എന്താണ് നാഷൻ കോൺസ്റ്റന്റ്ലി റൈസസ് ടു ഹയർ ലെവൽ ഓഫ് എൻഡുവർ ആൻഡ് അച്ചീവ്മെന്റ്സ്. രാഷ്ട്രത്തിന്റെ ഉന്നതിക്കും അല്ലെ സ്ഥിരമായിട്ടുള്ള രാഷ്ട്രത്തിന്റെ ഉന്നതിക്കും അതുപോലെ തന്നെ നേട്ടങ്ങൾക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തിപരമായ രീതിയിലും കൂട്ടായ രീതിയിലും പ്രവർത്തനങ്ങൾ നടത്തണം. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എറൈസ് ചെയ്യുന്നതിനും അല്ലെ ടെക്നിക്കലായിട്ടായാലും ഏത് ബേസിലായാലും എറൈസ് ചെയ്യുന്നതിനും രാഷ്ട്രം അച്ചീവ്മെന്റ്സുകൾ അല്ലെങ്കിൽ രാഷ്ട്രം എന്താണ് നാഷൻ അച്ചീവ്മെന്റ്സുകൾ ഏൺ ചെയ്യുന്നതിന്, അതായത് എന്താണ് രാഷ്ട്രം ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കളക്റ്റീവായ ബേസിലും ഇൻഡിവിജ്വൽ ബേസിലും നമ്മുടേതായിട്ടുള്ള എഫർട്ട് ചെയ്യണം. അതായത് എന്താണ് നമ്മൾ വ്യക്തിപരമായ രീതിയിലും കൂട്ടായ രീതിയിലും പ്രവർത്തനങ്ങൾ നടത്തണം. രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നേട്ടങ്ങൾക്കും വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ പ്രവർത്തിക്കണം എന്നതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ 10ാമത് പറയുന്നത്. അതായത് 10ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പ്രതിപാദിക്കുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ലാസ്റ്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞപ്പോൾ അതുമായിട്ട് ചെറിയൊരു റിലേഷനുണ്ട്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൂട്ടിച്ചേർത്ത പുതിയൊരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്നു റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അവിടെ പറഞ്ഞതും 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും എന്താണ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ, സ്വതന്ത്രവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്ന് പറയും. അപ്പോൾ ഇവിടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലും എഡ്യൂക്കേഷനുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടീസ് പുതുതായിട്ട് ആഡ് ചെയ്തു. അതായത് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസേ ഉള്ളായിരുന്നു, ഇപ്പോൾ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ ഏതാണ് പുതുതായിട്ട് ആഡ് ചെയ്ത ഫാക്ട്സ്? വസ്തുത എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ടു പ്രൊവൈഡ് ആസ് എ പാരൻസ് ഓർ ഗാർഡിയൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ഓർ വാട്ട് ബിറ്റ്വീൻ ഏജ് ഓഫ് 6 to 14 ഇയേഴ്സ്. അതായത് ഒരു ഗാർഡിയൻ അല്ലെങ്കിൽ പാരൻസിൻ്റെ കടമ ആണ് പറയുന്നത്. അതായത് രക്ഷകർത്താവ് അല്ലേ, രക്ഷകർത്താവിൻ്റെ കടമയാണ് ഇവിടെ പറയുന്നത്. പാരൻസ് ഓർ ഗാർഡിയൻ അവരുടെ ഒരു കടമയാണ്, ഡ്യൂട്ടിയാണ് ഇവിടെ പറയുന്നത്. അതായത് തങ്ങളുടെ മക്കൾ എന്താണ് മക്കൾ എന്താണ് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും എന്താണ് വിദ്യാഭ്യാസം നൽകുക എന്നത് രക്ഷകർത്താവിൻ്റെ കടമ ആണ്. തങ്ങളുടെ കുട്ടികൾക്ക് അല്ലേ 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെ എന്താണ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ അവർക്ക് അലൗഡാണ്. അത് നൽകിക്കൊടുക്കുക എന്നത് പാരൻസിൻ്റെ ഒരു ഡ്യൂട്ടി ആണ്, ഡ്യൂട്ടിയാണ്. അത് പാരൻസിൻ്റെ ഡ്യൂട്ടിയും അതുപോലെ ചിൽഡ്രൻ്റെ റൈറ്റ്സുമാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നുണ്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ 21A ആർട്ടിക്കിൾ പറഞ്ഞു അല്ലേ, 21A ആർട്ടിക്കിളിൽ പറഞ്ഞിരുന്നു. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറഞ്ഞിരുന്നു. 21A എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നുണ്ട് എന്തെന്ന്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അതായത് ആർട്ടിക്കിൾ 21A പ്രതിപാദിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് പറഞ്ഞു. ആ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിരുന്നു. ആ അവകാശം, അത് ആ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നൽകിക്കൊടുക്കുക എന്നത് ആരുടെ? പാരൻസിൻ്റെ ഡ്യൂട്ടി ആണ്. അത് ഫണ്ടമെന്റൽ ഡ്യൂട്ടിക്കകത്തും പറയുന്നു. കുട്ടിക്ക് കിട്ടേണ്ട അവകാശം ഫണ്ടമെന്റൽ റൈറ്റ്സിലും പറയുന്നു. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന കടമ, ഡ്യൂട്ടി ഏതിനകത്തും പറയുന്നു? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്തും പറയുന്നു. അപ്പോൾ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസും ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒന്നിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ 2 സൈഡ്സ് ഓഫ് ദി സെയിം കോയിൻ എന്ന് പറഞ്ഞു. അവകാശം മാത്രം പോലെ കടമയും എന്ത് ചെയ്യണം? പ്രാവർത്തികമായാലേ, അത് പ്രാക്ടിക്കലായാൽ മാത്രമേ പൂർണ്ണമാകുകയുള്ളൂ അല്ലേ. ഇവിടെ പറയുന്നത് എത്രയാണ്? 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുക എന്നത് പാരൻസ് അല്ലെങ്കിൽ ഗാർഡിയന്റെ ഡ്യൂട്ടി ആണ് എന്ന് പറയുന്നു. ഇത് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്സ് എത്രയാ? 86th 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പുതിയൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 11ാമത്തെ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിട്ട് പുതിയൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്
ആഡ് ചെയ്തത്. ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് ഏതുമായിട്ടൊരു ഇന്റർ കണക്ഷൻ ഉണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ടൊരു ഇന്റർ കണക്ഷൻ ഉണ്ട്. ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് എന്തുണ്ട്? ഒരു ചെറിയൊരു ബന്ധം ഉണ്ട്. കാര്യം ഈ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പറയുന്നതും എന്തിനെ കുറിച്ചാണ്? എഡ്യൂക്കേഷനെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കുമായിട്ട് എന്തുണ്ട്? ഒരു ചെറിയൊരു ഇന്റർ കണക്ഷൻ ഉണ്ട്. കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടുക എന്നത് കുട്ടിയുടെ റൈറ്റ്സ്, അത് ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത്. ഇനി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് പാരൻസിന്റെ ഡ്യൂട്ടീസ്, അത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലും പ്രതിപാദിക്കുന്നു. ഓക്കെ, അപ്പോൾ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. നമ്മൾ അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പുമായിട്ട് എന്ത് ചെയ്യുക? ബന്ധപ്പെടുക. നന്ദി.